ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് ഹെയർ ബ്രേക്കായി വരുമായിരുന്നു. സ്പ്ലിറ്റൻസ് ശരിക്കും വിസിബിൾ ആയിരുന്നു. ആ ഡ്രൈനെസ് മാറി, ഫ്രിസ്നെസ് മാറി, നന്നായിട്ടിരിക്കുന്നുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എൻ്റെ മുടി ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് മുടി കാണുമ്പോഴുള്ള ഭംഗി കൊണ്ടാണോ അതോ അവരുടെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണോ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. സോ ഇനി ഞാൻ ഹെയർലെസ് സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഞാനിങ്ങനെ ഓരോ തവണ ചെയ്ത് കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഓക്കെ ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി ചെയ്യരുത്, ഇനി നമ്മുടെ നാച്ചുറൽ ഹെയർ വളർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് വളർന്നു കഴിഞ്ഞ് എൻ്റെ ശരിക്കുള്ള മുടി വളരുമ്പോഴത്തേക്കും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പിന്നെയും ഞാനിങ്ങനെ സ്മൂത്തനിങ് തന്നെ ചെയ്യും. സോ ഇങ്ങനെ ചെയ്ത് അത് ഞാൻ കളറിങ് ചെയ്തു. കളറിങ് തന്നെ ഞാൻ 2 പ്രാവശ്യം ചെയ്തു. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൂടെ ചെയ്തു വന്നപ്പോഴത്തേക്കും മുടിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായി. ലൈക്ക് ഫുൾ ഡാമേജ്ഡായി, ഹെയർ ഫുള്ള് ഡാമേജ്ഡായി, ഭയങ്കര ഫ്രിസി ആയിട്ട്, ഫുള്ള് സ്പ്ലിറ്റൻസ് ആയിട്ട് വരാൻ തുടങ്ങി. ഫ്രിസിനെസ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഹെയറിൽ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ മുടി ഫ്രിസി ആയിട്ട് ഇങ്ങനെ പൊട്ടിപ്പോവുക, അത്ര ഡ്രൈയിങ് ആയിട്ട് പൊട്ടിപ്പോകാൻ തുടങ്ങി. സോ ആ ഒരു സ്റ്റേജ് എത്തി. അപ്പോൾ എന്ത് യൂസ് ചെയ്താൽ ഇനി മുടി തിരിച്ച് റിക്കവറായി വരും, ലൈക്ക് ബാക്ക് ടു നോർമലായി വരും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ ബെയർ അനാറ്റമിയുടെ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ കണ്ടത്. ഞാൻ ആക്ച്വലി നൈക്കയിൽ ഇങ്ങനെ ഏതൊക്കെ ഷാംപൂസ് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഞാനിങ്ങനെ ബെയർ അനാറ്റമിയുടെ ഞാനൊരു 3 വീക്സ് ആയിട്ട് ഈ ബെയർ അനാറ്റമിയുടെ ആൻറ്റി ഫ്രിസ് റേഞ്ചിൽ വരുന്ന ഷാംപൂ, അവരുടെ ഹെയർ മാസ്ക് ആൻഡ് ലിവ് ഇൻ കണ്ടീഷണർ ഇത് ഞാൻ യൂസ് ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് പോയതാണ്. പക്ഷെ ഇപ്പോൾ അറിയാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ലൈക്ക് മുന്നത്തെ ഹെയർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്നുവെച്ചാൽ ഭയങ്കര ഫ്രിസി ആയിട്ട് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പം തന്നെ അത്രയും ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ട് ഹെയർ ബ്രേക്കായി വരുമായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ശരിക്കും നല്ല റിസൾട്ട്സ് ഉണ്ട്. ലൈക്ക് ആ ഒരു സ്പ്ലിറ്റൻസിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. ഈ സ്പ്ലിറ്റൻസ് ശരിക്കും വിസിബിൾ ആയിരുന്നു. ഞാനിങ്ങനെ ഹെയറിൻ്റെ ലൈക്ക് നമ്മുടെ മുടിയുടെ അറ്റം എടുക്കുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് അത് കാണാൻ പറ്റും. സ്പ്ലിറ്റൻസ് ഭയങ്കരമായിട്ട് ഡാമേജ്ഡ് ആയിട്ട് ഹെയർ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ശരിക്കും ആ ഫ്രിസിനെസ് ഒക്കെ കൺട്രോളായി, മുടി നല്ലൊരു സോഫ്റ്റായി, ലൈക്ക് ആ ഡ്രൈനെസ് മാറി, ഫ്രിസ്നെസ് മാറി, നന്നായിട്ടിരിക്കുന്നു. ബെയർ അനാറ്റമിയുടെ ഷാംപൂ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ലൈക്ക് സ്മെല്ല് നല്ലതാണ്. പക്ഷെ എനിക്ക് ഈ സ്മെല്ല് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലിവ് ഇൻ കണ്ടീഷണർ നമുക്കിങ്ങനെ സ്പ്രേ ചെയ്തെടുക്കാം. ലൈക്ക് സ്പ്രേ ചെയ്യുമ്പോൾ വരും. സോ അത് ഭയങ്കര രസമാണ്. ഈ 3 പ്രോഡക്ട്സിനും സെയിം സ്മെല്ല് തന്നെയാണ്. സ്മെല്ല് കൊള്ളൂല എന്നല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു സ്മെല്ല് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ. സോ ഇങ്ങനെ ലിവ് ഇൻ കണ്ടീഷണർ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. കുളിച്ചിട്ട് വന്നിട്ട് ഉള്ള മറ്റേ ആ ഒരു വെറ്റായിട്ടുള്ള ഡ്രിപ്പിംഗ് വെറ്റല്ല, അല്ലാണ്ട് വെറ്റായിട്ടിരിക്കുന്ന വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഉള്ള ഹെയറിൽ അപ്ലൈ. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമാണിത്. ഈ ഹെയർ മാസ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കും ഹെയർ. ഞാൻ സത്യമായിട്ട് പറയുകയാണ്. ഒരു ലിഡ് ഉണ്ട്, അത് മാറ്റുക. ദിസ് ഇസ് ഹൗ ദി പ്രോഡക്റ്റ് ഇസ്. ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തു, പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പെട്ടെന്നൊന്നും തീർന്നു പോകത്തില്ല കേട്ടോ. ഇനി ഞാൻ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഹെയർ മാസ്ക് എങ്കിലും ട്രൈ ചെയ്തിരിക്കണമെന്ന് ഞാൻ പറയും. ബിക്കോസ് ഹെയർ മാസ്ക് ഭയങ്കര രസമാണ്. ലൈക്ക് മുടി അത്രയും ഹൈഡ്രേറ്റഡ് ആക്കി ആ ഒരു ഹോൾ വീക്ക് നമ്മുടെ ഹെയറിൽ ആ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും ആ ഹെയർ മാസ്ക്. സോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലിവ് ഇൻ കണ്ടീഷണർ ഓൾസോ ഭയങ്കര രസമാണ്. കുളിച്ച് കഴിഞ്ഞ് വെറ്റായിട്ടിരിക്കുന്ന ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ലൈക്ക് പിന്നെ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് വാഷ് ചെയ്ത് കളയൊന്നും വേണ്ട. സോ അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. സോ എന്തായാലും ട്രൈ ചെയ്യുക. ഈ ലൈക്ക് ഫ്രിസിനെസ് ആണ് നിങ്ങളുടെ പ്രശ്നം, ഫ്രിസിനെസ് ആൻഡ് എന്താ പറയുക സ്പ്ലിറ്റൻസ്, ഡ്രൈനെസ്, ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രോഡക്റ്റ് വർക്ക് ആവും. സോ എൻ്റെ മുടി കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണ്. സോ കെമിക്കലി ട്രീറ്റഡ് ഹെയറിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. ഞാൻ 3 വീക്സ് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വിസിബിൾ റിസൾട്ട്സ് കിട്ടി. സോ അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ല പ്രോഡക്റ്റാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.